ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞങ്ങനെ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ജർക്കിങ് പോലെയൊക്കെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഫ്രണ്ട് ചെറിയൊരു ഗട്ടർ ചാടിയ പോലെ ചെറിയൊരു അടി പോലെ വരുന്നുണ്ടായിരുന്നു. അത്രയാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി വർക്കിന് കയറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ സർവീസ് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. മൂവ്മെൻറ്റ് വരുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽട്ടറാണ്. കമ്പനി ഫിൽട്ടർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും പുതിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. അതായത് നമുക്ക് സ്കൂട്ടർ മോഡൽ ബെൽറ്റ് ഡ്രൈവാണ്. ഓയിലിൻ്റെ ഭാഗം ഈ സൈഡിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഓയിൽ സീൽ ലീക്കായിട്ട് മൊത്തം ഓയിലാണ് ഈ സൈഡിൽ കേട്ടോ. ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ വന്ന് ഓയിൽ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എഞ്ചിൻ ഓയിൽ ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ലെവൽ കുറവുള്ള ഓയിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൽ വേറെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റൊക്കെ നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. ഇത്രയും ഓവലായി പോയത് ഇത് നല്ല ടൈറ്റ് കറക്റ്റ് പ്ലേ ഇല്ലാത്ത രീതിയിൽ ഇറങ്ങി പോകേണ്ട ടൈറ്റാണ്. നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ ഈ വീല് മാറണം, ഈ ബോസ് ഡ്രൈവ്, ഈ 6 റോളർ സെറ്റും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. കൂട്ടത്തിൽ കൂടെ ഈ പീസ് സെറ്റ് സ്ലൈഡ്. അപ്പോൾ ആ ഭാഗം അത്രയും ഭാഗം ക്ലിയറായി പോകും. ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗങ്ങൾ വീലുകൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല, തുരുമ്പുണ്ട്. പക്ഷേ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു, ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. നിലവിൽ വേറെ കുഴപ്പമില്ല. നമുക്ക് ആ പിന്നുകളൊക്കെ മാറ്റി ഗ്രീസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഉള്ളത് ബെൽറ്റിൻ്റെ കണ്ടീഷനാണ്. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കണത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് ഇതുമ്പോൾ കിടക്കണേ. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൊത്തം പൊട്ടിയിരിക്കാം. എപ്പോൾ വേണമെങ്കിലും പൊട്ടി വഴിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്കത് മാറ്റി വിടാം. കാരണം എന്താ വെച്ചാൽ ബെൽറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 500-550 രൂപ നമുക്ക് കോസ്റ്റ് തന്നെ. അപ്പോൾ കൂട്ടത്തിൽ തന്നെ കൈയോടെ അത് മാറ്റി പോകണമെന്ന് ഏറ്റവും സേഫ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ബെൽറ്റ് പൊട്ടി വഴി പെട്ടുപോയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെൽറ്റ് അഴിച്ച് മാറ്റാനൊക്കെ നോക്കേണ്ടി വരും. പിന്നെ ബാക്ക് ബ്രേക്ക് നമ്മൾ നോക്കുമ്പോൾ വീൽ അഴിച്ചിട്ടില്ല, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചതുകൊണ്ടാണ് ബാക്ക് വീൽ ഇപ്പോൾ അഴിക്കാത്തത്. അതിന് ശേഷം നമ്മൾ ബാക്ക് ബ്രേക്കും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. നിലവിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറും അത്യാവശ്യം കുറച്ച് ഉപയോഗിക്കാനുണ്ട്. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പ്ലേ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ബാക്കിലത്തെ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ നോക്കി, വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി അനാബോണ്ടൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കണേ. ശരിക്കും നമുക്ക് അതിൻ്റെ ബോണ്ട് ഗ്യാസ്കറ്റ് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. റബ്ബർ ജസ്റ്റ് വെച്ച് ചെയ്യാനേ പാടുള്ളൂ ശരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, ലീക്കേജൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലാണ്, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. ഇത് ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെയാണ്, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. അതല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അത് വലിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അപ്പം ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ടാവും. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ നിലവിലൊന്നും ചെയ്യില്ല. കാരണം വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഏത് വണ്ടി വന്നാലും അതിനകത്ത് ഒന്നുമല്ല പെട്രോൾ ഓവർഫ്ലോയുടെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്, മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അങ്ങനെ പല റീസണ് കാണിക്കാറ്. സാധാരണ വെച്ചാൽ ഇപ്പോൾ കിട്ടുന്ന പെട്രോൾ നമുക്ക് എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ്. E20 പെട്രോൾ എന്ന് പറയാം. എത്തനോളാണ് 20%. 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ 800 മില്ലി പെട്രോളും ബാക്കിയത്തെ 200 മില്ലി എത്തനോളുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട്. ഈ വണ്ടിക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. തന്നെയല്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വന്നില്ല. അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബുഷുകൾ, ഞാൻ ഗട്ടറിൽ ചാടുമ്പോൾ ചെറിയൊരു അഡീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടുത്തെ ബുഷുകളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടാം. ഈ ലിങ്കിൻ്റെ ബുഷിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം. അത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അത് മാത്രമായിട്ട് മാറ്റി സെറ്റ് ചെയ്യാം. വീൽ ബെയറിംഗ് ഫ്രണ്ടിലത്തെ ചെക്ക് ചെയ്തു, വലിയ പ്രശ്നമില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിൽ കിടക്കുന്നത് കമ്പനി ബ്രേക്ക് ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. നിലവിൽ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8.626 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല, പക്ഷേ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ നല്ല ഓയിലാണ്. ആ ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലെവൽ കുറവുണ്ട്. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് ടോപ്പ് ചെയ്യാം, ആ കുറവുള്ളത് ഒഴിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പ്ലഗ്ഗാണ്, സ്പാർക്ക് പ്ലഗ് നമുക്ക് കൈയോടെ മാറ്റിയിടണം. സാധാരണ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ പ്ലഗ് കൂടി മാറ്റേണ്ടതാണ്. ഈ പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട്, കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ പിന്നെ പ്ലഗിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് കാണിച്ച് വഴി വിട്ടു.
ഇപ്പോൾ ഓടിയ വണ്ടിയെന്നുണ്ടെങ്കിലും ഒന്നോളം കൈയോടെ അല്ലെങ്കിൽ ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ലിവർ മാറുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ച സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന ബ്രേക്കിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിവർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ സ്വിച്ച് കൂടി മാറ്റിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തായാലും നമുക്കൊരു 3 മണി 3:30 ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ.